നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED കണ്ടുകെട്ടാനൊരുങ്ങുന്നത് 29.02 കോടിയുടെ സ്വത്ത്. 3 കമ്പനികളുടേതുൾപ്പെടെ 12 പ്രതികളുടെ സ്വത്താണ് കണ്ടുകെട്ടുക. നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ഇവയെല്ലാം ബാങ്ക് നിക്ഷേപങ്ങളാണ്. ആദ്യഘട്ടത്തിലെ ഈ കണ്ടുകെട്ടലിന് ശേഷം പ്രതികളുടെ കെട്ടിടം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കടക്കും. CMRL കമ്പനി 15 വർഷം കൊണ്ട് 182 കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. പ്രതിരോധ സാമഗ്രികൾ, ഉപഗ്രഹങ്ങൾ, ഇലക്ട്രിക് മോട്ടോറുകൾ, ജനറേറ്ററുകൾ, മൊബൈൽ ഫോൺ, കാറ്റാടി യന്ത്രങ്ങൾ എന്നിവയ്ക്ക് അനിവാര്യമായ സ്ഥിരകാന്തം നിർമ്മിക്കുന്ന പ്ലാന്റ് KMMLന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിക്കാൻ നീക്കം. പ്ലാന്റ് നിർമ്മിച്ച് നിശ്ചിത വിലയ്ക്ക് ലഭ്യമാക്കാൻ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് കേന്ദ്രം. ലോകരാജ്യങ്ങൾക്ക് ആവശ്യമായ സ്ഥിരകാന്തത്തിന്റെ 90% ചൈന നൽകുന്നതിനാൽ ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമാണ് സ്വന്തം പ്ലാന്റ്. തെക്കൻ കേരളത്തിന്റെ തീരത്തുള്ള ധാതുമണലിൽ ഇതിനുള്ള അപൂർവ ലോഹങ്ങളുണ്ട്. മണൽ KMMLന്റെ പക്കലുമുണ്ട്. എന്നാൽ സ്ഥിരകാന്തം നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള കേന്ദ്ര സ്ഥാപനമായ നോൺ ഫെറസ് മെറ്റീരിയൽസ് ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ഉൾപ്പെട്ട കൺസോർഷ്യം രൂപീകരിക്കും. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനുള്ള സ്ഥലത്തിനായി തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിനെയും സ്ഥിരകാന്തങ്ങളുടെ വിൽപ്പനയ്ക്ക് കെൽട്രോണിനെയും കൺസോർഷ്യത്തിന്റെ ഭാഗമാക്കും. ഇതോടെ കേന്ദ്രം നിർദ്ദേശിച്ച യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ച് കേന്ദ്രത്തിന്റെ ടെൻഡറിൽ പങ്കെടുക്കാനാകും. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്ന് കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. മരുത്തോങ്കര സ്വദേശി കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് ഉടൻ കോടതിയെ സമീപിക്കും. തുടർന്ന് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മറ്റൊരു അധ്യാപികയും സംശയ നിഴലിലുണ്ട്. കേസിൽ മറ്റധ്യാപകർക്കും പങ്കുണ്ടോ എന്ന കാര്യവും ഇതോടൊപ്പം പരിശോധിക്കുന്നുണ്ട്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായി കരാറടിസ്ഥാനത്തിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. കീർത്തനയെ പിരിച്ചുവിട്ടു. പോലീസ് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് രണ്ടാമത്തെ അധ്യാപികയും പിരിച്ചുവിടും. ജില്ലാ സർവശിക്ഷ അഭിയാന്റെ കീഴിലുള്ള ബ്ലോക്ക്ഡ് റിസോഴ്സ് സെന്ററിന്റെ ചെറുവാളൂർ ഗവൺമെന്റ് LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം സ്കൂളിലാണ് കാവ്യ പഠിപ്പിച്ചിരുന്നത്. കീർത്തന മറ്റൊരു സ്കൂളിലും. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ഇവർക്ക് ജോലി. അധ്യാപകനെ മറയാക്കിയായിരുന്നു ഇരുവരുടെയും ലഹരി കച്ചവടം. കേരളത്തിൽ ഓഗസ്റ്റ് 1 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് 29-ന് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. 30-ന് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. മഴയിൽ നനഞ്ഞ 6-വരിപ്പാതയിൽ നിയന്ത്രണം വിട്ട് തെന്നിയോടിയ സ്വകാര്യ ബസ് ഡിവൈഡറിൽ തട്ടി തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ കോഴിക്കോട് പെരുവയിൽ ചെറുകുളത്തൂർ മാവന്നൂർ പടിക്കൽ വൈഷ്ണവ് ആണ് മരിച്ചത്. ഇയാൾക്ക് 31 വയസ്സായിരുന്നു. 38 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 10:30-ക്കായിരുന്നു അപകടം. തെന്നി നീങ്ങവെ ഡിവൈഡറിൽ തട്ടി അതിനു മുകളിലേക്ക് തന്നെ മറിഞ്ഞ ബസ് 2ആയി പിളരുകയായിരുന്നു. അപകടത്തിൽ സീറ്റിനും കമ്പിക്കും ഇടയിൽ കുടുങ്ങിയ ഒരു യാത്രക്കാരനെ അഗ്നിരക്ഷാസേന അരമണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിന് ശേഷമാണ് രക്ഷിച്ചത്. കോഴിക്കോട്ട് നിന്ന് തൃശൂരേക്ക് പോവുകയായിരുന്ന ഡിഫൻഡർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത 66-ൽ അത്താണി ബസാർ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡ് അവസാനിക്കുന്നതിന്റെ 20 മീറ്ററോളം അകലെ വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ടത്. തുടർന്നാണ് നിരങ്ങി നീങ്ങി റോഡിന്റെ ഇടതുഭാഗത്തെ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞത്. പാൽക്കുളങ്ങരയിൽ വിശാഖ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആക്ഷേപവുമായി കുടുംബം രംഗത്ത്. വിശാഖിനെ അപായപ്പെടുത്താൻ കാപ്പ കേസ് പ്രതിയായ പ്രദീപ് ശ്രമിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വിശാഖിന്റെ അമ്മ വഞ്ചിയൂർ പോലീസിലും മാർച്ച് മാസത്തിൽ പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു. പ്രദീപ് കാപ്പ കേസിലെ പ്രതിയാണെന്നും മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. താൻ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ മാരകായുധങ്ങളുമായി വന്ന് വിശാഖിനെ കൊല്ലുമെന്ന് പ്രദീപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും മഞ്ചൂർ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നുമാണ് പ്രധാന ആക്ഷേപം. പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശാഖിന്റെ അമ്മ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഏപ്രിലിൽ ഹർജിയും നൽകിയിരുന്നു. ഇരു കുടുംബങ്ങളും തമ്മിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന തർക്കങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതേസമയം കൊല്ലപ്പെട്ട വിശാഖും പ്രതിയായ പ്രദീപും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പോലീസ് അറിയിച്ചു. കോഴിക്കോട് ബേപ്പൂരിൽ വെളിച്ചെണ്ണ മില്ലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമെന്ന് വിലയിരുത്തൽ. വെസ്റ്റ് മാഹിയിലെ രേണുക ഓയിൽ മില്ലിനാണ് തീപിടിച്ചത്. 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.
90% തീയും അണച്ചിട്ടുണ്ടെങ്കിലും ചിലയിടത്ത് തീ പടരുകയും പുക ഉയരുകയും ചെയ്യുന്നുണ്ട്. അപകടത്തിൽ ഒരു ലോറിയും കത്തിനശിച്ചു. സംഭവ സമയം ജീവനക്കാർ ഇല്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് മില്ലിന് തീപിടിച്ചത്. കന്നാസിലും പാത്രങ്ങളിലും സംഭരണികളിലുമായി സൂക്ഷിച്ചിരുന്ന മുഴുവൻ വെളിച്ചെണ്ണയും കത്തിനശിച്ചു. ഭരണം മാറിയെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അടുത്ത ബജറ്റിൽ കർശനമായ ചെലവ് ചുരുക്കൽ വേണ്ടിവരുമെന്നും വകുപ്പുകൾക്ക് അയച്ച സർക്കുലറിൽ ധനവകുപ്പ്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഈ പരാമർശം. പ്രതിസന്ധി കണക്കിലെടുത്ത് കടുത്ത അച്ചടക്കം പാലിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാനും ധനവകുപ്പ് നിർദ്ദേശിച്ചു. എയിംസിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കാൻ കേരള ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകിട്ട് ഡൽഹിയിലെത്തിയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കെ മുരളീധരൻ കാണുക. തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാകും. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ പദ്ധതി നിർദ്ദേശം തയ്യാറാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പട്ടിക നൽകിയിരുന്നു. കൊരട്ടി, കുന്നംകുളം, വൈക്കം, പിറവം, കോഴിക്കോട്, തൃക്കരിപ്പൂർ, കാസർഗോഡ്, പെരുവ, കോട്ടയം എന്നീ കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ചലച്ചിത്രമേളകളുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനം മരവിച്ച നിലയിൽ തുടരുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റ് 2 മാസം കഴിഞ്ഞിട്ടും അക്കാദമിക്ക് പുതിയ ചെയർമാനും ഭരണസമിതിയും ആയിട്ടില്ല. പഴയ ഭാരവാഹികളെല്ലാം നേരത്തെ രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു. പദവികളിലേക്ക് ശുപാർശയ്ക്കുമേൽ ശുപാർശ നിറയുന്നത് കാരണമാണ് തീരുമാനം വൈകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ ബസ്സുകൾ വാങ്ങാൻ പണമില്ലാത്ത KSRTCക്ക് വെല്ലുവിളിയായി കാലാവധി തീരാറായ 2050 ബസ്സുകൾ. ഇവയിൽ 1200 ബസ്സുകൾക്ക് സെപ്റ്റംബറിൽ പിൻവലിക്കണം. 6 മാസത്തിനുള്ളിൽ ശേഷിക്കുന്നവയും 1400 കോടി രൂപയുടെ വിദേശ ബാങ്ക് വായ്പ തരപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് മാനേജ്മെന്റ്. അതുവരെ സർവീസ് മുടങ്ങാതിരിക്കാൻ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച് മുൻ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യ 2028 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇന്നത്തെ രാഷ്ട്രീയം അഴിമതി നിറഞ്ഞതായി മാറിയിരിക്കുന്നു. അതിനാൽ 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല, എന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ തുടരും എന്നാണ് സിദ്ധരാമയ്യയുടെ കുറിപ്പ്. ഉത്തർപ്രദേശിലെ മഹോബ ജില്ലയിൽ 8 മാസം ഗർഭിണിയായ അമ്മയെ പിതാവ് മദ്യപിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ 5 വയസ്സുകാരന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃക്സാക്ഷി വിവരണം പോലീസിനെ സഹായിച്ചു. പ്രതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ഹനീഫ് മൻസൂരിയെ അറസ്റ്റ് ചെയ്തു. ദമ്പതികളുടെ ഇളയ മകൻ ഫൈസാൻ തന്റെ പിതാവ് അമ്മയെ അരിവാൾ കൊണ്ട് ആക്രമിച്ചതായി പോലീസിന് നൽകിയ മൊഴിയിൽ നിന്നും നിർണായക വിവരങ്ങളും ലഭിച്ചു. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ 3 ദിനം പൊന്നില്ലാതിരുന്ന ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡലുമായി സൂപ്പർ വെയ്റ്റ് ലിഫ്റ്റർ മീരാഭായ് ചാനു സായ്ക്കോം. ഇന്നലെ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ ഗെയിംസ് റെക്കോർഡോടുകൂടിയാണ് മീര പൊന്നണിഞ്ഞത്. മത്സരത്തിൽ സ്നാച്ചിൽ 85 കിലോയും ക്ലീൻ ആൻഡ് ജേർക്കിൽ 105 കിലോയും ഉൾപ്പെടെ 190 കിലോ ഉയർത്തിയായിരുന്നു മീരയുടെ സ്വർണ്ണ നേട്ടം. സ്നാച്ചിലെ ആദ്യ ശ്രമം പാളിയ മീര 2ാം ശ്രമത്തിൽ 82 കിലോ ഉയർത്തി. 3ാം ശ്രമത്തിലാണ് റെക്കോർഡ് ഭാരമായ 85 കിലോ ക്ലിയർ ചെയ്തത്. ക്ലീൻ ആൻഡ് ജേർക്കിലെ ആദ്യ ശ്രമത്തിലും മീരയ്ക്ക് പിഴച്ചിരുന്നു. 2ാം ശ്രമത്തിൽ 105 കിലോ ഉയർത്തിയതോടെ സ്വർണം ഉറപ്പിച്ചു. 3ാം ശ്രമത്തിന് മുതിർന്നില്ല. ഗുജറാത്തിൽ ഉൾക്കടലിൽ വമ്പൻ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്വപ്ന പദ്ധതിയുമായി ഇന്ത്യ. ഖംഭാത്ത് ഉൾക്കടലിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന കൽപ്പസർ അണക്കെട്ടിന് 60 കിലോമീറ്ററാണ് നീളം. നർമ്മദ, സമർബതി, തപ്തി തുടങ്ങിയ നദികൾ അറബിക്കടലിൽ ചേരുന്നത് ഇവിടെയാണ്. ഈ വെള്ളമാണ് കടലിൽ ചേരുന്നതിന് മുമ്പ് അണക്കെട്ടിൽ ശേഖരിക്കുക. 1800 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള അണക്കെട്ടിൽ 7807 മില്യൺ ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കാനാകും. ഇതോടെ കൊടും വരൾച്ചയുള്ള സൗരാഷ്ട്ര മേഖലയിലെ 9 ജില്ലകളിലായി ഏകദേശം 26 ലക്ഷം ഏക്കർ ഭൂമിയിൽ ജലസേചനം സാധ്യമാകും. കുടിവെള്ളക്ഷാമവും പരിഹരിക്കും. ഇ കോമേഴ്സ് പ്രമുഖ ഫ്ലിപ്കാർട്ടിന്റെ ലോജിസ്റ്റിക് വിഭാഗമായ ഇൻസ്റ്റാകാർട്ട് സർവീസിന് നാദിയ ജില്ലയിലെ ഹരിംകട്ട ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഭൂമി അനുവദിച്ചതിൽ പശ്ചിമബംഗാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് 12.86 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ CAG കണ്ടെത്തി. 2023 മാർച്ച് 31 അവസാനിക്കുന്ന കാലയളവിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള CAGയുടെ 2024 റിപ്പോർട്ടിന്റെ ഭാഗമാണ് ഈ കണ്ടെത്തൽ. വെള്ളിയാഴ്ച BJP സർക്കാർ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഇത് അവതരിപ്പിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ 2024-25 വരെയുള്ള 4 സാമ്പത്തിക വർഷത്തേക്ക് CAG റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വെച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി BJP നേതാവ് ലതാ ഗുപ്തയെ ഡൽഹി സർക്കാർ നിയമിച്ചു.
2 വർഷത്തിലേറെയായി ഒഴിഞ്ഞുകിടന്ന തസ്തികയിലേക്കാണ് ഡൽഹി സർക്കാർ നിയമനം നടത്തിയത്. ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചതായും നിർമ്മൽ ജെയിനിനെ ചെയർപേഴ്സണായി നിയമിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഹിസ്ബുള്ളയെ പ്രകീർത്തിച്ച് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി ഇസ്രായേലിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്കാവുന്നുണ്ടെന്ന് ഖമനയി പറഞ്ഞു. ഹിസ്ബുള്ളയെ പ്രതിരോധിക്കുന്നത് ഒരു തന്ത്രപരമായ കടമയായി ടെഹ്റാൻ കണക്കാക്കുന്നുവെന്നും ഖമനയി വ്യക്തമാക്കി. യുഎസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് കരാറിലും ലെബനന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിരുപാധികമായും അവസാനിപ്പിക്കുക എന്നത് ഒരു നിബന്ധനയായി മുന്നോട്ട് വയ്ക്കുമെന്ന് മുജ്തബ ഖമനയി പറയുന്നു. എക്സ് പോസ്റ്റിലൂടെയാണ് പ്രതികരണം. ഉക്രൈന്റെ ഒഡേസ തുറമുഖത്ത് ആക്രമണത്തിനെതിരെയായ MGAGN റഗ്നാർ എന്ന വാണിജ്യ കപ്പലിലുണ്ടായിരുന്ന 17 ജീവനക്കാരിൽ 4 പേർ ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരണം. ഇവരിൽ 2 പേർ സുരക്ഷിതരാണെന്ന് കീവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. എന്നാൽ മറ്റു 2 ഇന്ത്യക്കാരുടെ വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാവില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. ഉക്രൈന്റെ നടപടിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമിർ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇതോടെ US ഇറാൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെന്ന ആശങ്കയും ഉയരുന്നു. ന്യൂയോർക്ക് മേയർ സെഹ്റാൻ മംദാനി അറസ്റ്റിനെ കുറിച്ചുള്ള പ്രസ്താവനയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച ആദ്യ പ്രതികരണം നടത്തി. മംദാനിയെ വിമർശിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞു, അദ്ദേഹം വിദ്വേഷം വളർത്തുകയാണ്. എന്നാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് ട്രംപ് ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.